ആദ്യത്തെ ക്ലാസ് എനിക്ക് നാട്ടിൽ കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. മിക്കവാറും ഞായറാഴ്ചകളിൽ ഇങ്ങനെ പുറത്തേക്ക് ഏതെങ്കിലും ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ അക്കാഡമിക്കോ ക്രിക്കറ്റ് അക്കാഡമിക്കോ ഫൈറ്റേഴ്സിനൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവുക ചെയ്യാം. അല്ല ഈ ദിവസം ഒരു ക്ലാസ് വന്നപ്പോൾ ഞായറാഴ്ച ഇത് കിട്ടിയപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കിട്ടതാണ്. ഒരുപാട് സന്തോഷമാണ്. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആർഭാടോ അല്ലെങ്കിൽ സയന്റിഫിക്കലിലേക്ക് അപ്പുറത്തേക്ക് നാട്ടുകാരല്ലേ, അപ്പോൾ എനിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറച്ച് കുറയും. നിങ്ങൾക്ക് എൻ്റെ പറയുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് ഞാൻ അങ്ങനെ സംസാരിക്കുക, പോവുക, ക്ലാസ് എടുക്കുക, പോവുക എന്നുള്ളതല്ല. ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളോ കാര്യങ്ങളോ അല്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കേട്ടതുമായിട്ട് എന്തെങ്കിലും താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്നോട് തുറന്ന് ചോദിക്കാവുന്നതാണ്. അതിൽ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയും, പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളത്, എക്സസൈസ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങൾ മാഷ് കാണിച്ചു തരുന്ന എക്സസൈസുകളൊക്കെ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ്. ഇപ്പോൾ ഒരു 20-25 വയസ്സ് വരെയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ എക്സസൈസ് ചെയ്താൽ മതി. പിന്നെ ഈ ചെക്കന്മാർ കണ്ട ജിമ്മിലും ഇത് കിടന്ന് കൂടുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോലത്തെ ആൾക്കാരാണ് നമ്മുടെ ചോറാണ്, നമ്മുടെ അന്നതാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ പോയാൽ ഈ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ജോലിയായിട്ട് ശമ്പളം കിട്ടുന്നത് ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് മെന്റലി ഫിസിക്കലി എല്ലാം കൂടെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇപ്പൊ ഈ ചെയ്യുന്നതടക്കം എന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. നാട്ടുകാരോട് ഇതിനെ കുറിച്ച് പറയാന്നുള്ളത് അതെന്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ മിനിമം ആൾട്ടർനേറ്റീവ് ആഴ്ചയിൽ 1.5 ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം. 1.5 ദിവസങ്ങളിൽ അത് നിങ്ങൾ ഈസി ആവുന്നിടത്ത് നിർത്തരുത്. നിങ്ങൾക്കൊരു എക്സസൈസ് ചെയ്യുമ്പോൾ 10 ചെയ്ത് ഇനി ആ 10 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അൺകംഫർട്ടബിൾ, അതായത് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. നിങ്ങൾക്കൊരു 10 സ്ക്വാട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 10 അടിച്ച് ഈസി ആയിട്ട് നിർത്തി പോരുത്. അത് ഒരു ദിവസം പോലും എന്ന് കരുതിയിട്ട് അത് ഒരുപാട് അൺകംഫർട്ടബിൾ ആവുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപാട് അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യരുത്. എപ്പോഴും ഒരു ആവറേജ് രീതിയിൽ ഒരു 10 ഇരുന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 നിർത്തല്ലാണ്ട് ഒരു 12-13 ചെറുതായിട്ടൊരു അൺകംഫർട്ടബിലിറ്റി ഒന്നും പിടിക്കാൻ നോക്കുക ഓരോരോ ആക്ടിവിറ്റിയിലും. അതിപ്പോ നമ്മള് ഇനി ഓടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെത് ഈ 21 കിലോമീറ്ററാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സ്റ്റാമിന. നമുക്ക് ഇനിയിപ്പോ ഇതിനകത്ത് വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരുണ്ടാവില്ലേ. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ മാഷ് എടുക്കുന്ന ക്ലാസ്സുകളിൽ പിന്നെയും നിങ്ങൾക്ക് സ്റ്റാമിന പിന്നെയും എനർജി ഒക്കെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും ഒറ്റക്കും ചെയ്യാനൊരു മനസ്സും കൂടെ വേണം. നിങ്ങൾക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാനുള്ള മനസ്സും കൂടെ വേണം. ഇത് തന്നെ ചെയ്യാൻ ആഴ്ചയിൽ ഒരിക്കലും ചെയ്തിട്ട് പിന്നീട് ചെയ്യാൻ പറ്റാത്ത മനസ്സുണ്ടാവരുത്. എപ്പോഴും ആ മനസ്സിന് ആഴ്ചയിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ്, പ്രായം 50 കഴിഞ്ഞ് കഴിയുന്ന ആളുകളാണ് എക്സസൈസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രായം 50 കഴിഞ്ഞ ആളുകൾ എക്സസൈസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക വേണം. നമുക്ക് പിടിച്ച് ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി ഇങ്ങനെ ജീവിച്ച് പോവാന്നുള്ളതാണ് മെയിൻ എന്നുള്ളത്. ഇനി ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യവാന്മാരാണ്. മെന്റലി ഫിസിക്കലി സോഷ്യലി വെൽബീയിങ്ങിനാണ് ഫിറ്റ്നസ് എന്ന് പറയാം. അല്ലാണ്ട് കുറെ മസിൽ പിടിച്ച് നിൽക്കുക, കുറെ ഉരുട്ടിട്ട് മസിൽ നിൽക്കുക, ഇതൊക്കെ എൻ്റെ അടുത്തൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മസിലാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അറിവ് വെച്ചിട്ട് ഒരു 6 മാസം മതി. 6 മാസം മതി ഒരാളെ ഫിസിക്കൽ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റാണ്. നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും കുട്ടികളും മക്കളൊക്കെ ഉള്ളതല്ലേ. ഒരാളെ തടയൊക്കെ ഈ വണ്ണാക്കാൻ എനിക്കൊരു 6 മാസം മതി. ഇപ്പോ 6 മാസം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ പെറ്റ ഉമ്മ പോലും തിരിച്ചറിയാത്ത രീതിയിൽ ശരീരത്തിന് ഫിസിക്കൽ സ്ട്രക്ചർ മാറ്റിയെടുക്കാൻ പറ്റും. അതിനുള്ള ഷോർട്ട് വഴികൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോ ഇതിനകത്ത് ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ജിമ്മിൽ ഒരുപാട് ജിമ്മുകളുണ്ട്. എല്ലാ ജിമ്മുകളും ബിസിനസ്സാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ മെസ്സേജ് നിങ്ങൾക്ക് മക്കളിലേക്ക്